ജോത്സ്യം പറഞ്ഞതേ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ആ റിയൽ ജോത്സ്യനാണ്. ചേച്ചിക്ക് എന്താ ഇത്ര വിശ്വാസം? എനിക്കിത്ര വിശ്വാസമൊന്നുമില്ല. നീ പറഞ്ഞാൽ ശരിയാണോ എന്ന് നമുക്കറിയത്തില്ല. കാരണം പുള്ളി അവസാനം പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നു. അവര് പറഞ്ഞില്ലേ മരണം അവസാനം സംഭവിക്കുന്നത്? അത് തള്ളു തള്ളുന്നാ. അത് റിയൽ സ്വാമി അല്ലെന്നേ. നമുക്ക് അകത്തേക്ക് വെക്കണം. അയ്യോ അതൊക്കെ അമ്മയോട് ഇനി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് അതല്ലേ നല്ലത്. അവരെ പരിചയപ്പെട്ടു ഫോണെടുക്കും. അങ്ങനെ വിളിച്ചത് ഏതോ നീ നേരത്തെ അവനാണല്ലോ. ഹലോ ഞാൻ പണ്ട് മന്ത്രാലയത്തിൽ ഇതിന്റെയൊക്കെ പോയിട്ടുള്ള എനിക്ക് ഏകദേശം ഇതൊക്കെ അറിയാം. കാരണം അതിൻ്റെ അകത്ത് ഞാൻ നിരീക്ഷിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. അവനാണെങ്കിൽ വരുന്നില്ല. സമയമായി. ഞാൻ പറഞ്ഞിട്ട് സത്യമാണ്. അവരെന്റെ അടുത്ത് വന്നായിരുന്നു. ജോലിസിനായിട്ട് ഞാൻ വിളി. അവർക്ക് ഏതാണ്ട് പിടി കിട്ടിയോ? പിടി കിട്ടിയിട്ടുണ്ട്. നമുക്കത് അറിയാതെ വരുമ്പോൾ വീട്ടിൽ പോയി ശരിയാ. പക്ഷെ അവരുടെ വീട് എവിടെയാന്നൊക്കെ നോക്കണം. ശരിയാ, നമുക്കത് അന്വേഷിക്കണം. അവരെ കണ്ടിട്ട് ഏതാണ്ട് അവർക്ക് ആ വഴി കിടന്ന് കിട്ടിയ കുപ്പിയാണ്. നമ്മളന്ന് തട്ടിക്കളഞ്ഞില്ലല്ലോ. ഇനി അതെങ്ങനെയാണോ? ഉറപ്പാണോ അത് തന്നെയാണ്? അത് ആ കുപ്പി സെയിം കുപ്പി തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാത്രി ചെന്നിട്ടുണ്ടല്ലോ, അവരത് ഉപയോഗിക്കുന്നത് വല്ലതും പരീക്ഷിച്ച് നോക്കിയിട്ട് വല്ലതും വർക്കാവെന്ന് അറിയണല്ലോ. അത് വർക്കായെങ്കിലുണ്ടല്ലോ നമുക്ക് സ്പോട്ടിലില്ലേ അവർ കടന്നു കഴിഞ്ഞിട്ട് എങ്ങനെയും വീടിനകത്ത് കയറാൻ നോക്കണം. എന്തായാലും കൂട്ടിയിട്ടായിരിക്കും അവർ കിടക്കുന്നത്. ഒന്നുകിൽ പുറകു വഴി അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കൂട്ടിപ്പിടിച്ച് കയറാൻ നോക്കാം. അതിന് ഇച്ചിരി ടൂൾസ് വേണ്ടി വരും. എന്തായാലും കുഴപ്പമില്ല, വൈകുന്നേരം കാണാം. നമുക്ക് ടൂൾസ് ഒപ്പിക്കണം. കാരണം അവര് വന്ന് പറഞ്ഞു രാത്രിയിൽ മാത്രമേ അത് നിങ്ങൾക്കുള്ളൂ. അപ്പൊ അത് മാന്ത്രിക കുപ്പിയാണ് നമുക്ക് രാത്രി നോക്കിക്കാം. ശരിയാ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഉണ്ടല്ലോ അവരുടെ വീട് തപ്പണം. അതിന് മുമ്പ് ഇതെങ്ങാനാണോ അവരുടെ വീടിന്റെ വഴി? അവര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പതിയെ ഇങ്ങോട്ട് മാറി. ഞാൻ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചു കേട്ടല്ലോ അല്ലേ? ആ കള്ളന്മാർ ഇവിടെയൊക്കെ തന്നെ കാണും. അവിടെ ആരുടെ വീടുണ്ടല്ലോ. ആ ചേട്ടൻ ആ ചേച്ചി എന്റെ ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ ഓക്കെ അത് മതി. അത് ചെയ്യട്ടെ. ചേച്ചി നമുക്ക് ഡ്രസ്സിന്റെ പക്കത്തേക്ക് പോവാം. മാളും എന്തായാലും അമ്മയുടെ അടുത്ത് പോയത് നന്നായി. നമുക്ക് അടുത്ത കുപ്പി തപ്പാൻ പോവാ. പൊക്കത്തെ കുപ്പി കാണോ? നമുക്ക് വേണോ ചേച്ചി? സ്വാമി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സ്വാമി കള്ളനാണ്. വേഗം വാ, ഇങ്ങോട്ട് വാ. താഴെ കുട്ടി എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. പക്ഷെ ഉറക്കെ പറയാൻ പറ്റില്ല. എങ്ങനെ എവിടെയെങ്കിലും ഒന്നുമില്ല. അതും പറയാൻ പറ്റില്ല. ചെവി പറയാം. ബാ പോരെ, അത് മതി. ബാ അങ്ങനെ എന്തായില്ലേ? അല്ല ഇതെവിടെ ഒളിപ്പിക്കും നമ്മള്?
ഈ കുപ്പി ചേച്ചി ഇത് ഇതിന്റെ എക്സാക്ട് അല്ല, കാരണം ആ ജോസിൽ നമ്മൾ കണ്ടത് ഈ കുപ്പി. ഇത് നോക്കിക്കേ, ഇത് ചെറുതല്ലേ എന്നാലും ഇത് അല്ല ജോസ് ഈ കുപ്പി തന്നെ കൊടുക്കണോ? അവന് വിചാരിക്കും നേരത്തെ വലുതായിരുന്നല്ലോ ഇപ്പൊ ചെറുതാണെന്നോ. നമുക്ക് ഇതിന്റെ അകത്ത് ഈ ലിക്വിഡ് ഒഴിച്ചു വെച്ചാലോ? രാത്രി അതാകുമ്പോ അവര് നോക്കുമ്പോ മിന്നത്തുമില്ല. ആ ശരിയാ, ബാ. ചെറിയൊരു മിന്നലുണ്ട്. ഇതിന്റെ അകത്ത് ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ചു വെക്കാം. ആ ശരിയാ, ഇത് റെഡി. ഇത് സൂക്ഷിച്ചു വെക്കാം. ചേച്ചി രാത്രി പിന്നെയാണെങ്കിലേ നമുക്ക് ഇതിനകത്തൊരു ബൾബ് കയറ്റി വെച്ചാലോ? അത് നല്ല ഐഡിയ. കുഞ്ഞു പയറിപ്പോ ആ മോളിലേക്ക് ഞാൻ കിടക്കണ പോലെ, പക്ഷെ അത് വർക്കാവോ ഇല്ലയോന്ന് അറിയത്തില്ല. ഞാൻ വർക്കാക്കാം. വെള്ള പെയിന്റ് അത്ര അടിച്ചാ പോരെ? അതൊക്കെ എന്നാലും ഇച്ചിരി വെള്ളം ഒഴിച്ചു. എക്സാക്ട് അതുപോലെ എന്തേ ഇപ്പോഴേ ഇത് മിന്നെ തുടങ്ങുക. അതിന് നമ്മുടെ നല്ല ഈ സാധനം, പിന്നെ എങ്ങനെ അത് മിന്നുന്നേ? ചെറിയൊരു മിന്നലുണ്ടല്ലോ. അതെ, കുപ്പിയുടെ തോന്നുന്നു. ഈ കുപ്പി നമുക്ക് ആർക്ക് കൊടുക്കണം ചേച്ചി? സായില്ല, ഇത് മിന്നു. ചേച്ചി ഇതാണോ ഇതിനകത്ത് കിടക്കുന്ന ലിക്വിഡ് ആണോ മാജിക്, അത് ഈ കുപ്പിയാണോ മാജിക് എന്ന് ആർക്കറിയാം? പക്ഷെ എന്നാ നമുക്ക് ഇന്ന് രാത്രി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ശരിയാ, മമ്മി ഇപ്പോഴൊന്നും വരികയില്ല. അല്ല ചേച്ചി, എന്താ അവര് വരുമ്പോ തപ്പിയാലോ? അതാ ഞാൻ പറഞ്ഞേ, ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം വെച്ചാൽ ചാക്കിനടി വെച്ചാലോ? അയ്യോ അത് വേണ്ട, കാരണം നമുക്ക് ഈ കുപ്പി വേണമെങ്കിൽ നമുക്ക് വെക്കാം. കാരണം ഇതാണ് നമുക്ക് ആവശ്യം. ആ ശരിയാ, ഇല്ല. ശരിയാ. ചേച്ചി ഇത് എവിടെ ഒളിപ്പിക്കാനാണ് ചേച്ചി പ്ലാൻ? നമ്മളെന്നും കിടക്കുന്ന റൂം ഇതാണോ അങ്ങനെ സംശയിച്ചാലോ? ഇതിപ്പോ എവിടെങ്കിലും ഒളിപ്പിക്കണം. സാധാരണ രാത്രിയിലേ നമ്മുടെ മറ്റേ ലിക്വിഡ് തളർന്നതല്ലേ? പറഞ്ഞു നാളെ ഇത് തളർന്നില്ല. അപ്പൊ ഈ ലിക്വിഡ് തന്നെ തിളക്കുള്ളത്. ലിക്വിഡ് കുടിച്ചാൽ എന്തെങ്കിലും നടക്കുവാവോ? അപ്പൊ സ്വാമി പറഞ്ഞ ശരിയല്ല. നമുക്കേ ഇത് കൊണ്ട് കുറച്ച് കുടിച്ചു നോക്കിയാലോ? ശരിയാ, കുടിക്കാനൊക്കെ തോന്നുന്നുണ്ടോ? എനിക്ക് രസം കാണാൻ നല്ല ഇച്ചിരി കുടിച്ചു നോക്കിയാലോ? ആരാ കുടിക്കുന്നത്? ചേച്ചി കുടിക്കാൻ ഞാൻ കുടിക്കും. ചേച്ചി കുടിക്കുന്നതല്ലേ നല്ലത്. ഓ എങ്ങനെ നീ അയ്യോ അതല്ല, ചേച്ചി കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ കുടിച്ചുതരാം ചേച്ചി. ഞാൻ ചേച്ചിക്ക് വെച്ച് തരത്തായിരുന്നു. ഇതിന് വെട്ടം കുറവാണല്ലോ ചേച്ചി. അതിപ്പോ നമ്മൾ തുറക്കാൻ പോകുന്നുണ്ടായിരിക്കും. തുറക്കത്തില്ലല്ലോ ചേച്ചി. കൂടിപ്പോയോ? ചെറിയൊരു കൈപ്പുണ്ട്. എന്റെ മാന്ത്രിക ഉപ്പേ, എനിക്ക് ഇഷ്ടം തന്നെ. ഇത് ശരിക്കും സത്യമാണ്. ചേച്ചി എനിക്ക് തരാമോ? എടുത്താ മതി. കുടിക്കാം. അല്ല ആ സ്വാമി പറഞ്ഞത് രണ്ടാമത് കുടിച്ചാൽ മരിക്കുന്നല്ലേ പറഞ്ഞു. കുടിക്കട്ടെ. കുടിച്ച ആയിക്കൊണ്ടെന്നല്ലേ പറഞ്ഞേ. ചെറിയൊരു ഇത് ഭയങ്കര ഇടി. എന്റെ മാന്ത്രക്കുപ്പി, എനിക്കൊരു വളയും 2 മോതിരം കിട്ടണേ. ചേച്ചി തിളങ്ങുന്നു. 2 മോതിരം ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടി ചേച്ചി. വെക്കേണ്ടതറിയോ? ഞാൻ ലൈറ്റ് വെച്ച് കളിക്കാം. ഇതുള്ളതുകൊണ്ട് അഭിമാനം ഉണ്ടല്ലേ. ഈ സൈഡിലേക്ക് നേരെ മാറ്റി. അവർ തപ്പയാ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇതെവിടെ ഒളിപ്പിച്ചു വെക്കുക? നമുക്ക് ആ മറ്റിന്റെ അടി അവിടെ വരെ കിടക്കാം. അവിടെ നമ്മൾ അല്ല, ഇത് പുതപ്പിന്റെ അടിയിലേക്ക് നമ്മുടെ കൂട്ടി കടക്ക്. അവന്മാര് ഇവിടെ എന്തെങ്കിലും കാണും. ലൈറ്റ് ഇട്ടാൽ പെട്ടെന്ന് അവന്മാര് കളഞ്ഞു. ലൈറ്റ് പോകുന്നില്ല ചേച്ചി. നല്ല വെട്ടമുണ്ടല്ലേ. എന്താ ചെയ്യാ? ഒരു പണിയുണ്ട്. അതിലേക്ക് പിടിച്ചു. തിളങ്ങുന്ന ലൈറ്റ് പോയല്ലേ. ഇത് കിടക്കോ ചേച്ചി? അത് അകത്തേക്ക് കൂടി വെച്ചോ. അയ്യോ ലൈറ്റ് ഇട്ടില്ല.
വെച്ചോണ്ട് ഇപ്പൊ നല്ല രീതിക്ക് തിളങ്ങുന്നുണ്ട്. നമുക്ക് ഇത് അവിടെ തന്നെ കൊണ്ട് വെച്ചേക്കാം. ലൈറ്റ് കൊണ്ടേ വെക്ക്. ഇപ്പൊ ലൈറ്റേ കാണാനില്ല. തുറക്കുമ്പത്തേന് കണ്ടോളൂ. 10 മണി ആയതേ ഉള്ളൂ, ഇപ്പഴേ കിടക്കണം. കിടക്കുന്നുണ്ട്. അവരുടെ കുട്ടികളെ നമ്മൾ ചെല്ലിക്കണം. സാധാരണ അവര് കടക്കുന്ന രീതിയിലാണല്ലോ. അകത്തോട്ടടിക്കില്ലേ, അവരിവിടെ തന്നെ ഉണ്ട്. അവരുറങ്ങുമെന്ന് തോന്നുന്നു. ആ കുട്ടി അവിടെയാണ് ഇരിക്കുന്നേ. ഇത് പൊടിക്കില്ലേ, ഒച്ച കേൾക്കും. നമ്മളൊക്കെ കാര്യം ചെയ്യും, അടുക്കളയിൽ പൊളിച്ചു വരാം. വാ മണ്ടന്മാര് ഇത് പടച്ചില്ല. വാ ചേച്ചി അവര് വന്നെന്ന് തോന്നുന്നു. ചേച്ചി എനിക്ക് കുട്ടി പൊളിയത്തില്ല, ഇത് കമ്പി വെച്ച് കുത്ത്. തുറക്കുന്നില്ലല്ലോ. ഇതിനോട് ലൈറ്റ് ഇട്ട് ഇത് ശരിക്കും ഉള്ളതാടാ. അവർ ഉറങ്ങുമെന്ന് തോന്നുന്നു. ഒട്ടിക്കേറ്റ് വെച്ചേക്കൊന്നും ഇതിനിടയിൽ എടുക്കാനും വരുന്നില്ല. ആർക്കറിയാം. ഇങ്ങാലോ ശരിയാ. വാ ഇത് തന്നെയാണ് ഒറിജിനല്. നമുക്കെന്നാ നമുക്കിത് വലത്തുവശത്തൂടെ പോവാം. നല്ലോണം മിന്നുണ്ടല്ലോ. ഇത് തന്നെയാണ് ഒറിജിനല്. ആയിരിക്കും. എന്താ അമ്മേ? മോളെ ഇന്നലെ രാത്രി എന്താ നിങ്ങൾ ഭയങ്കര ഒച്ച കേട്ടതാ? അത് ഞങ്ങൾ വാതിലടച്ചതാ, മുറുക്കെ അറിയില്ലായിരുന്നു. എന്തെങ്കിലും ആട്ടെ, ഞാൻ പോവാട്ടോ. ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അവിടെ പോവാ മമ്മി. ഞാൻ എന്റെ ഓഫീസിൽ 2 ദിവസത്തെ ട്രിപ്പാ. ഞാൻ പോവാണേ. പൊക്കോ മമ്മി. മാളുവിനെ നല്ലോണം നോക്കിക്കോളാം. അവൾ എന്റെ മുറി കിടപ്പുണ്ട്. രാവിലെ അവൾ എഴുന്നേറ്റില്ല. അവളെ ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ. ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കൊടുത്തോണം. എന്തൊരു സന്തോഷം ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ. പക്ഷെ രാവിലെ തന്നെ മഴക്കാരൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ മിന്നുന്നില്ല അല്ലേ? അപ്പൊ ഇത് ഒറിജിനൽ തന്നെയാ. കാരണം അവര് പറഞ്ഞു രാത്രി മാത്രമേ മിന്നത്തുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, പവന്തി പോയിട്ട് പരീക്ഷിച്ച് നോക്കാം. എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. ഫസ്റ്റ് ഞാൻ ചോദിക്കാം. നമുക്ക് ഇത് പരീക്ഷിച്ച് നോക്കാൻ സമയമായിട്ടുണ്ട്. നമുക്ക് അത് മിച്ചിരി കുടിച്ചു നോക്കാം. പച്ചവെള്ളം അങ്ങനെ ആണോ അവിടെ പറ്റിച്ചോ? കുടിച്ചു നോക്കാം. ഇതെന്നടാ പച്ചവെള്ളമാണെന്നൊരു ഡൗട്ട്. എന്തായാലും ആഗ്രഹിച്ച് ചോദിച്ചു നോക്കാം. എൻ്റെ മാന്ത്രിക കുപ്പി എനിക്കൊരു നല്ലൊരു മോതിരം തന്നെ. ഇതിനടാ ശരിയാ, ഞാൻ പരീക്ഷ നോക്കാം. മണ്ണോ എന്നതാ? എടാ പറ്റിച്ചടാ, ഒരു മിനിറ്റ്. അപ്പൊ ഇതെങ്ങനെ മിന്നിക്കൊണ്ടിരുന്നേ? എടാ LED ബൾബ് കുത്തി കയറ്റി വെച്ചേക്കുവാ. ഒരു പറ്റിച്ചു. കലിപ്പൊക്കെ അവർ തീർത്തല്ലോ. അതെ, കുപ്പി പൊട്ടിച്ചെന്ന് തോന്നുന്നു. അവരങ്ങോട്ട് കയറി പോയല്ലോ. എന്താ നിങ്ങൾ അങ്ങനെ
കലിപ്പ് തീർത്തല്ലേ? അതെ, ആ കുപ്പി എറിഞ്ഞു പൊട്ടിച്ചല്ലേ. തീർത്തടി. ശരിക്കും പറഞ്ഞാ നിങ്ങൾ ഈ ഞങ്ങളുടെ വീട്ടിൽ വരുന്നതും ജനുവരി നിങ്ങൾ കുത്തി പൊടിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ കണ്ടോണ്ടിരിക്കുവായിരുന്നു. നിങ്ങളുടെ ദേശം ഇനിയും തിരിക്കണ്ട. ഒരു ബൾബും ഇട്ട് കുറച്ച് പച്ചവെള്ളം നിറച്ചു വെച്ചു. പക്ഷെ ഇതാണിത്. എന്താ സംശയം ഉണ്ടോ? ഞങ്ങള് പരീക്ഷിച്ച് കാണിക്കാം. കാണിക്കടി. എന്റെ മാന്ത്രിക കുപ്പി എന്റെ കാലിലൊരു കൊലിച്ചു പറഞ്ഞേ. കണ്ടോ? എന്റെ കാലിൽ നോക്ക്. എടാ അപ്പൊ ഇതായിരുന്നുണ്ടോ ശരിക്കുള്ള കുപ്പി? ഞങ്ങൾക്ക് കളിക്കരുത്. നീ എന്നെ പറ്റിച്ചല്ലേ? അതെ, ഞങ്ങൾ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു നിന്നെ. നിനക്കെന്നാടി സൂക്കാടാ? എന്താ ഭീഷണിയാണോ? ഭീഷണിയാണെങ്കിൽ നീ എന്താണ് ചുമ്മാ ഒന്ന് ചൂടാവുന്നേ? എന്നാടാ ഞങ്ങളടുത്ത് കളിക്കരുത്. നീ അത് ഞങ്ങളെടുത്തില്ല. ആൻഡ്രി മോളെ നീ അവിടെ നിക്ക്. ഞങ്ങളടുത്ത് എന്റെ അടുത്ത് ജോൾസായിട്ട് വന്നപ്പോ തന്നെ എനിക്ക് അറിയാമല്ലോ നിങ്ങളുടെ കള്ളപ്പരമായിരുന്നോ. കള്ളത്തിനൊക്കെ ഞങ്ങൾ നേരത്തെ പൊളിച്ചായിരുന്നു. അതെ, ഞങ്ങൾ വീട്ടിൽ കയറി ഇതെടുത്തടി. മര്യാദ ചൊറിയാൻ നേരത്തെ തോന്നി. ആ അവിടെ വന്നോ ചോറിഞ്ഞോണ്ട്. എടാ കുപ്പി മേടിക്കടാ. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ലേ? ഇപ്പൊ എല്ലാവർക്കും സമാധാനമായി. നമുക്ക് സന്തോഷം എന്തായാലും. കൊക്കോ